നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഏവർക്കും മിസ്റ്റർ രഞ്ജിയിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾസ് ലോ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹീറ്റ് ആൻഡ് രണ്ടാമത്തത് എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ജൂൾസ് ലോ. ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നുള്ളൂ. നോക്കാം എന്തൊക്കെയാണ് ഈ കാര്യങ്ങളിലുള്ളതെന്ന്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചാർട്ട് കാണാം, ഒരു ടേബിൾ. ഓക്കെ, ഈ ടേബിളൊന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ. സോ അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹീറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആർ, അത് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഐ, കറണ്ട് തന്നിട്ടുണ്ട്. ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ്, അത് ടി തന്നിട്ടുണ്ട്. ആൻഡ് ഹീറ്റ് തന്നിട്ടുണ്ട്. ഹീറ്റ് തന്നിട്ടല്ല, ഹീറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നത്? ആ തന്നിരിക്കുന്ന ഇതുകൊണ്ട് ഹീറ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ഹീറ്റ്, ഹീറ്റിൽ എന്ത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, ആദ്യം ഉണ്ടായ ഹീറ്റിൽ നിന്ന് ഹീറ്റ് എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം ഹീറ്റ് H=I²RT, ജൂൾസ് ലോ പ്രകാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. നോക്കാം, ഫസ്റ്റത്തെ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്താണ്? റെസിസ്റ്റൻസ് 2R. R എന്നുള്ളത് ഡബിൾ ആയിരിക്കുമ്പോൾ, റെസിസ്റ്റൻസ് ഡബിൾ ആകുന്ന സമയത്ത് കറണ്ട് സെയിം I തന്നെയാണ് തന്നിരിക്കുന്നത്. ടൈം T ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ടൈം T തന്നിട്ടുണ്ട് അല്ലേ? 2R I T. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ 2I²RT, 2I²RT നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. 2R സ്ഥാനത്ത് കൊടുക്കാം. ഓക്കെ, എങ്ങനെ കിട്ടുന്നത് വേണം പറഞ്ഞുതരാം. നോക്കാം, I²RT ആണല്ലോ. I എന്താണ്? I അതന്നെ തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ R എത്രയാണ്? 2R, 2R I² 2R ഇൻറ്റു T. അതെന്തായി? 2 പുറത്തേക്ക് ഇടുന്നു, 2I²RT. ഇങ്ങനെയാണ് നമുക്കിതിവിടെ വന്നിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ എന്താണ്? ഹീറ്റിന് എന്ത് സംഭവിക്കുന്നു? 2I ആകുന്നു. അതായത് ഒരു മടങ്ങ് കൂടുന്നു, 2 മടങ്ങാകുന്നു. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് R തന്നെ തന്നിരിക്കുന്നത്. ഇത് നോക്കാം, റെസിസ്റ്റൻസ് ആ സ്ഥാനത്ത് അത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കറണ്ട് I ആണ്, 2I ആണ്. ഐക്ക് പകരം 2I ആണ്. കറണ്ട് ഡബിൾ ആകുന്നു. ഫസ്റ്റത്തെ കേസിൽ റെസിസ്റ്റൻസ് ഡബിൾ ആയിരുന്നു, സെക്കൻഡ് കേസിൽ കറണ്ട് ഡബിൾ ആകുന്നു. ആൻഡ് ടൈം എന്താണ്? സെയിം T തന്നെ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഹീറ്റ് ഉണ്ടാകുന്നത് നോക്കാം. H= എന്താണ്? I തന്നിരിക്കുന്നത് 2I ആണ്. അപ്പം I അല്ല, I² ആണ് ഉള്ളത്. അപ്പോൾ 2I² അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 2² എന്ന് പറഞ്ഞാൽ ഇത് 2² ഇൻറ്റു I² എന്നാണ്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4I² ഇൻറ്റു RT അല്ലേ? വിച്ച് മീൻസ് ഇവിടെതാ നമുക്കിവിടെ 4I²RT കിട്ടും. വിച്ച് മീൻസ് ഇതെന്താണ്? റെസിസ്റ്റൻസ് കറണ്ട് ഡബിൾ ആകുന്ന സമയത്ത് ഹീറ്റ് എന്തായിട്ട് മാറും? 4 ടൈംസ് ആവും അല്ലേ? 4 മടങ്ങാവും അല്ലേ? 4 ടൈംസ്. ആവില്ലേ? ദെൻ അടുത്തത് റെസിസ്റ്റൻസ് ഹാഫ് ആകുന്ന കേസിൽ നമ്മൾ എന്ത് പഠിച്ചു? റെസിസ്റ്റൻസ് ഡബിൾ ആകുന്ന സമയത്തും റെസിസ്റ്റൻസ് കറണ്ട് ഡബിൾ ആകുന്ന കേസും പഠിച്ചു. ഇനി റെസിസ്റ്റൻസ് ഹാഫ് ആകുന്ന കേസിൽ കറണ്ടും ടൈമും സെയിം റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? H= കറണ്ടിൻ്റെ കേസ് അതന്നെ I². R അല്ലേ? R എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനത്ത് R/2 ഇൻറ്റു T അല്ലേ? നമുക്കത് എന്ത് ചെയ്യാം? ഈ 1/2 പുറത്തേക്ക് എടുക്കാമല്ലോ അല്ലേ? ഇപ്പോൾ 1/2 ഇൻറ്റു I²RT അതല്ലേ കിട്ടുക അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എഴുതാം ഹാഫ് I²RT ആണല്ലോ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഹാഫ് ആകുമ്പോൾ, റെസിസ്റ്റൻസ് പകുതിയാകുന്ന സമയത്ത് നമുക്കവിടെ എന്തുണ്ടാവും? ഹീറ്റിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാകും?
ഹീറ്റും പകുതിയാകുന്നു, ഹാഫ് അല്ലേ, നമ്മൾ കിട്ടിയില്ലേ. ഇനി റെസിസ്റ്റൻസ് അത് തന്നെ കറണ്ട് പകുതിയാകുന്ന സമയത്ത്, ഹാഫ് ആകുന്ന സമയത്ത്, കറണ്ട് ഹാഫ് ആകുന്ന സമയത്ത് H=2. നമുക്ക് ഐ സ്ക്വയർ ആണ്, അതിൻ്റെ സ്ഥാനത്താണ് നമ്മൾ I/2 വരുന്നത് അല്ലേ. I/2 ഓൾ സ്ക്വയർ ഇൻറ്റു RT. ആറും ടി സെയിം തന്നെയാണ് എങ്കിൽ I സ്ക്വയർ ഇതെന്താണ്, I സ്ക്വയർ ബൈ R സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു RT അല്ലേ. നമുക്ക് 1/4 പുറത്തേക്ക് എടുക്കാമല്ലോ. 1/4 ഇൻറ്റു I സ്ക്വയർ RT അല്ലേ. 1/4 ഇൻറ്റു I സ്ക്വയർ RT. ശരിയല്ലേ. അത് വിച്ച് മീൻസ് എന്താണ്, നമുക്കെന്താ മനസ്സിലായത്, കറണ്ട് പകുതിയാകുന്ന സമയത്ത് എന്താണ്, ഹീറ്റ് എന്താണ്, ക്വാർട്ടറായിട്ട് മാറും. അതായത് അതിലും കുറവും ക്വാർട്ടറായിട്ട് അല്ലേ. 1/4 ആവും അല്ലേ, ആണല്ലോ. 1/4 അല്ലേ, 4/1 മാറും, ആണല്ലോ. 1/4 മാറും. നെക്സ്റ്റ് R സെയിം R തന്നെ, I തന്നെ, കറണ്ടും അത് തന്നെ. ദെൻ ടൈമിലുള്ള വ്യത്യാസം, നമുക്കത് മാത്രമല്ല വ്യത്യാസം ഇല്ലാത്തുണ്ടായിരുന്നുള്ളൂ. ടൈം എത്രയാണ് മാറി വരയ്ക്കുന്നത്, ടൈം 2t ആയി, അതായത് ഡബിൾ ആകുമ്പോൾ, സമയം ഡബിൾ ആകുന്ന സമയത്ത്, ഓക്കെ, സമയം ഇങ്ങനെ കൂടുന്ന സമയത്ത്, ഒരുപാട് സമയം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഹീറ്റിലുണ്ടാകുന്ന ചേഞ്ചസ്. H= അവിടെ നിൽക്കുന്നേ, I അതേപോലെ തന്നെ കൂടെ എഴുതി I സ്ക്വയർ ആയി. ആറും സെയിം തന്നെയല്ലേ, അതേ സ്ഥാനത്ത് I കൊടുത്തു. ഇനി ഇവിടെ T എന്ന് പറയുന്നത് 2t ആണ് അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറും, 2 പുറത്തേക്ക് എടുത്തൂടെ, 2I സ്ക്വയർ RT, 2I സ്ക്വയർ RT. ആ 2 നമുക്ക് അതേപോലെ ഇവിടെ എഴുതി 2I സ്ക്വയർ RT അല്ലേ. ഇവിടെ എന്താണ്, കറണ്ട് ടൈം ഡബിൾ ആകുന്ന സമയത്തും എന്താണ് ഇവിടെ ട്വൈസ് ആണ്, ആണല്ലോ. ഹീറ്റ് ട്വൈസ് ആയിട്ട് മാറുന്നു അല്ലേ. നെക്സ്റ്റ് എന്താണ്, റെസിസ്റ്റൻസ് തന്നെ, കറണ്ടും അത് തന്നെ. എന്നാൽ ടൈം ഹാഫ് ആകുന്ന സമയത്ത്, ടൈം കുറയുമ്പോൾ, നേരത്തെ കേസിൽ ടൈം കൂടുമ്പോഴാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ H= എന്തായിരിക്കും അവിടെ, I സ്ക്വയർ R അത് തന്നെ, T എന്ന് പറയുന്നത് T/2 ആയി മാറി അല്ലേ. ഈ 1/2 പുറത്തേക്ക് എടുത്തൂടെ, 1/2 ഇൻറ്റു I സ്ക്വയർ RT അല്ലേ. അത് നമ്മളിവിടെ എഴുതുന്നു 1/2 I സ്ക്വയർ RT. വിച്ച് മീൻസ് എന്താണ്, ടൈം പകുതിയാകുമ്പോൾ എന്താണ്, ഹീറ്റ് എന്താകുന്നു, 1/4 ഹാഫ് തന്നെയാകുന്നു അല്ലേ, ഹാഫ് ആകുന്നു. ക്ലിയർ അല്ലേ. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ടോപ്പിക് കണ്ടന്റ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ്, റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് ഡബിൾ ആകുന്നു. ഓക്കെ, കറണ്ട് ഡബിൾ ആകും, ബാക്കി രണ്ടും സെയിം ആണ്. കറണ്ടും റെസിസ്റ്റൻസ് ഡബിൾ ആക്കി വെക്കുക, കറണ്ടും ടൈമും സെയിം ഒരേപോലെ ആക്കി വെക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ, ഹീറ്റ് ഡബിൾ ആകും. ഓക്കെ, റെസിസ്റ്റൻസ് ഇനി കറണ്ട് ഡബിൾ ആകുന്ന സമയത്ത് റെസിസ്റ്റൻസും ടൈമും സെയിം ആക്കി വെക്കുക. അങ്ങനെയാകുന്ന സമയത്ത് ഇതെന്തായും 4 ടൈംസ് ആവും അല്ലേ, 4 മടങ്ങാകും. നെക്സ്റ്റ് എന്താണ്, റെസിസ്റ്റൻസ് 1/2 ഹാഫ് ആകുന്ന കേസിൽ കറണ്ടും ടൈമും സെയിം തന്നെ ആക്കി വെക്കുക. അങ്ങനത്തെ കേസിൽ എന്തായിട്ട് മാറും, ഹീറ്റ് ഹാഫായിട്ട് മാറും. ഓക്കെ, റെസിസ്റ്റൻസ് ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, കറണ്ട് ഹാഫ് ആക്കി വെക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇത് 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ 4/1 മാറും. ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസും കറണ്ടും സെയിം, ടൈമിലുള്ളതാണ് വേരിയേഷൻസ്. ടൈം 2t ആകുന്ന സമയത്ത്, ഡബിൾ ആകുന്ന സമയത്ത്, അതായത് ടൈം കൂടുന്ന സമയത്ത് അങ്ങനത്തെ സംഭവിക്കും, നമ്മളെ ഹീറ്റ് എന്ത് ചെയ്യും, ട്വൈസ് ആയിട്ട് മാറും, ഡബിൾ ആയിട്ട് മാറും. ഓക്കെ, ഇനി റെസിസ്റ്റൻസും കറണ്ടും അതേമാതിരി തന്നെ ടൈം പകുതിയാകുമ്പോൾ, ടൈം കുറയുന്ന സമയത്ത് അങ്ങനെയാകുമ്പോൾ എന്താവും, ഹാഫ് ആയിട്ട് മാറും. എന്ത്, ഹീറ്റ് ഹാഫായിട്ട് മാറും. ഓക്കെ, ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹീറ്റ് അത് കഴിഞ്ഞു അല്ലേ. നമുക്ക് ഇനി അടുത്തത് ഒരു എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു
ജൂൾസ് ലോ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. എക്സ്പെരിമെൻ്റ് ജൂൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊന്ന് ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ R ഫോർ റെസിസ്റ്റൻസ്, I ഫോർ കറണ്ട്, T ഫോർ ടൈമാണ്, H ഫോർ ഹീറ്റ്. അങ്ങനെയാണ് ഷോർട്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഡബിൾ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഐയും ടിയും അവിടെ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. റെസിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് ഡബിൾ ആകുന്നു അല്ലേ, രണ്ടാകുമ്പോൾ രണ്ടാകും. പിന്നെ കറണ്ട് ഡബിൾ ആകുന്ന സമയത്ത് ഹീറ്റ് 4 ഇരട്ടിയാകുന്നു അല്ലേ. റെസിസ്റ്റൻസ് ഹാഫ് ആകുന്ന സമയത്ത് എന്താണ് ഹീറ്റ് ഹാഫ് ആകുന്നു അല്ലേ. ആൻഡ് കറണ്ട് ഹാഫ് ആകുന്ന സമയത്ത് ഹീറ്റ് 1/4 ആകുന്നു അല്ലേ. അതേപോലെ ടൈം ഡബിൾ ആകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഹീറ്റ് ഡബിൾ ആകുന്നു അല്ലേ. അതേപോലെ എന്താണ് ടൈം ഹാഫ് ആകുന്ന സമയത്ത് ഹീറ്റ് ഹാഫ് ആകുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക 1 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒരു ചേഞ്ചസും വരുത്താത്തൊരു ഇതാണ്. അപ്പോൾ 1-ലേക്കാൾ കൂടുതലുള്ള 1.5, 2, 3, 4 എന്നൊക്കെ പറയുന്നത് ഇൻക്രീസിങ് ആണെന്നും 1-ലേക്ക് താഴെയുള്ളതെല്ലാം അതായത് അര, കാല് ഇതൊക്കെ പറയുന്നത് അതൊക്കെ ഹാഫ് ഇതൊക്കെ വരുന്നത് കൊണ്ടല്ലോ അതൊക്കെ എന്താണ് നമ്മുടെ കുറവാണെന്നും വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുത്തി വെക്കണം. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. ഓക്കെ, നമുക്കിവിടെ എന്താണ് ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മൾ ഈ ചിത്രത്തിലേക്ക് വരാം. ഈ ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ ഇതിൽ 2 ബീക്കർ തന്നിട്ടുണ്ട്. 2 ബീക്കർ എ, ബീക്കർ ബി. ഇതിൽ തുല്യ അളവിൽ എന്താ വെച്ചിട്ട് തുല്യ അളവിലുള്ള ബീക്കറാണ് വെച്ചിരിക്കുന്നത്. ഈ ബീക്കറിൽ തന്നെ തുല്യ അളവിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് കൂടാതെ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, 6 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു റിയോസ്റ്റാറ്റ് അതായത് റെസിസ്റ്റൻസ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണിത് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ദെൻ an അമ്മീറ്ററും ഉണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ PQ എന്ന് പറയുന്നത് ഒരു നിക്രോം വയറാണ്. ഈ തന്നിരിക്കുന്ന ചുവപ്പ് കളറിൽ PQ കൊടുത്തിട്ടില്ലേ, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുവപ്പ് കളർ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് അതുകൂടെ RS എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോപ്പർ വയറുമാണ്. PQ നിക്രോം വയറാണ്, RS എന്ന് പറയുന്നത് കോപ്പർ വയറുമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആദ്യത്തെ കേസ് പഠിക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു 6 കേസ് പഠിക്കാനുണ്ട്. അതായത് 6 സിറ്റുവേഷൻസിൽ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നോക്കാം. ആദ്യത്തെ കേസ് 1 സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഇതിലൂടെ എന്ത് വരില്ല, കറണ്ട് വരില്ല, ഒന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ടിലും എന്തുണ്ടാവില്ല, ടെമ്പറേച്ചർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ആദ്യം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ 2 വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ നോക്കിയിട്ട് തുല്യമാണോ എന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് ചൂടുവെള്ളം, ഒരു സ്ഥലത്ത് തണുത്ത വെള്ളമല്ല എടുക്കേണ്ടത്, രണ്ടിലും ഒരേപോലത്തെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ആ രണ്ടിലും ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ആദ്യം ചെയ്യേണ്ട ഘടകമാണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്, അതാണ് സ്വിച്ച് ഓഫ് ആക്കുക. സ്വിച്ച് ഓഫ് ആക്കിയ സമയത്ത് രണ്ടിലും എന്താണ് ടെമ്പറേച്ചർ സെയിം ആണ്. ഇനി കേസ് 2ലേക്ക് വരികയാണ്. കേസ് 1 മനസ്സിലായല്ലോ. ഇനി കേസ് 2 നോക്കാം. ഇവിടെ നമുക്ക് ഒരു പാരലൽ കണക്ഷനും എന്താണ് അതുപോലെ സീരീസ് കണക്ഷനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണമാണ്. എങ്കിലും നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. നോക്കാം. ഇങ്ങനെ വരുന്നതാണെന്ത് സീരീസ് കണക്ഷൻസ്. ഇങ്ങനെ വരുന്നതാണെന്ത് പാരലൽ കണക്ഷൻ. പാരലായിട്ട് വരുന്നതാണ് പാരലൽ കണക്ഷൻ. ഇതിലെന്നുള്ളത് എന്താണ്, ഒരു സീരീസ് കണക്ഷനാണ്. കണ്ടോ, ഇത് ഈ വയറ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ വലിച്ച് നീട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, ഇതേപോലെ എന്ത് ചെയ്യും, നീളത്തിലായിട്ട് നിൽക്കില്ലേ. സോ ഇറ്റ് ഈസ് എ സീരീസ് കണക്ഷനാണിത്, ആണല്ലോ. സോ സീരീസ് കണക്ഷനിലാവുന്ന സമയത്ത് കറണ്ട് എങ്ങനെയാണ് വരിക? രണ്ടിൻ്റെയും സീരീസിൻ്റെയും പാരലിൻ്റെയും കണക്ഷൻസിനെ കുറിച്ചിട്ട്, സീരീസിൻ്റെയും പാരലിനെ കുറിച്ചിട്ട്, റെസിസ്റ്റൻസ് ഇതൊക്കെ കുറച്ച് വലിയ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. കുറച്ച് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് ഈ സീരീസ് കണക്ഷൻ്റെ ചെറിയൊരു ധാരണ. സോ ഈ സീരീസ് കണക്ഷൻ്റെ കേസിൽ നോക്കാം. നമ്മളിപ്പോൾ ഇതിവിടെ സീരീസ് കണക്ഷൻ ആണല്ലോ പറഞ്ഞത്.
നമ്മൾ ഇവിടെ ആദ്യം ഇതിലേക്ക് വരും നിക്രോം. ഈ ചുവപ്പുള്ളത് എന്ന് പറഞ്ഞാൽ നിക്രോമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു, PQ അല്ലേ. സോ ഇവിടെ നിക്രോമിലേക്ക് വന്ന് നിക്രോമിന് ശേഷം മാത്രമേ എന്തിലേക്ക് കിട്ടുകയുള്ളൂ, ഈ കോപ്പർ വയർ, RS എന്ന് പറഞ്ഞാൽ കോപ്പർ വയറിലേക്ക് കിട്ടുകയുള്ളൂ കറണ്ട്. അപ്പം നിക്രോമിലൂടെ കറണ്ട് പോയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ബാക്കി കറണ്ടേ ഇവിടെ കിട്ടുകയുള്ളൂ, ഈ കോപ്പറിൽ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇനി എന്നാൽ പാരലൽ കണക്ഷൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്, രണ്ടു പേർക്കും തുല്യമായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു പച്ചക്കറി കടയിലേക്ക് പോവാം, ഹോൾസെയിൽ മാർക്കറ്റ്. രാവിലെ തന്നെ ഇത് ഫ്രഷ്, രാവിലെ തന്നെ എന്ത് ചെയ്യും, 7 മണിക്ക് കട തുറന്നു വിചാരിച്ചോ. ആ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രഷ് പച്ചക്കറി കിട്ടും അല്ലേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഒരാൾ വരുന്നതെങ്കിലോ നമുക്കവിടെ കിട്ടുക എന്താണ്, ആദ്യം വന്നിട്ടുള്ള ആളുകൾ ഫ്രഷ് പച്ചക്കറികളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പച്ചക്കറികൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പിന്നീട് കിട്ടുള്ളൂ അല്ലേ. അതേപോലെ അവിടെ നമ്മൾ ഇവിടെ കറണ്ടിനെ സെലക്ട് ചെയ്തെടുക്കല്ല, ഞാനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന ഈ കോപ്പർ വയറിന് കിട്ടുള്ളൂ അല്ലേ. നമ്മുടെ എന്താണ് നിക്രോം വയറിന് ശേഷം ബാക്കിയുള്ളതേ നമുക്കിവിടെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതാണെന്ത് സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത. അതാണ് സീരീസ് കണക്ഷനാണ് നമ്മുടെ ഈ സർക്യൂട്ടിലുള്ളത്. ഇനി പാരലൽ കണക്ഷനാണെന്ന് വിചാരിക്കാം, രണ്ടുപേരും എന്താണ് 7 മണിക്ക് രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാൻ വന്നിരിക്കുകയാണ്. രണ്ടുപേരും കൂടി വന്നിട്ട് പച്ചക്കറി എടുക്കുമ്പോൾ അവർ സെലക്ട് ചെയ്തിട്ടല്ല എടുക്കുക, അതിലുള്ളത് അവർ സെലക്ട് ചെയ്തിട്ട് നല്ല എടുക്കും. അപ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്യും, തുല്യമായിട്ട് തന്നെ കിട്ടും, രണ്ടുപേർക്കും തുല്യമായിട്ട് തന്നെ കിട്ടും അല്ലേ. അതേപോലെ ഈ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് തുല്യമായിട്ട് കിട്ടും. ഇവിടുത്തെ കേസിൽ ഒരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടില്ല, തുല്യമായിട്ടല്ല കിട്ടുക. ഇവിടെ നിന്നുള്ള കറണ്ട് നേരെ ആദ്യം എന്ത് ചെയ്യും, PQ എടുക്കും, PQവിന് ശേഷം അത് നേരിട്ട് RSലേക്ക് പോകും. അവിടെ കറണ്ട് ഇതായി പോകുന്നുണ്ട്. ക്ലിയർ ആയല്ലേ, സീരീസ് കണക്ഷൻ്റെ കേസിൽ ഇങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഏറ്റവും കൂടുതൽ ഏതിലുണ്ടാവും, A എന്ന ബീക്കറിലുണ്ടാവും, പിന്നീടാണ് ബിയിലേക്ക് വരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഒരു ഡീവിയേഷൻസ് അവിടെ ഉണ്ട്. കറണ്ട് കൂടുതൽ ഏതിലാണ്, ബിയിലും കമ്പയർ ചെയ്തെടുക്കുമ്പോൾ എയിൽ കറണ്ട് കൂടുന്നു. നെക്സ്റ്റ് നിക്രോം എന്ന കോയിലാണ്, നിക്രോം എന്ന വയർ ഓർ കോയിൽ. അതിനൊരു പ്രത്യേകത നമുക്കുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിക്രോമിന് ഹീറ്റ് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, അതായത് റെസിസ്റ്റീവ് പവർ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് റെസിസ്റ്റീവ് പവർ കൂടുതൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എന്തുണ്ടാവും, നമുക്ക് അവിടെ എന്തുണ്ടാകും, റെസിസ്റ്റീവ് പവർ കൂടുതലാകുമ്പോൾ നമുക്കവിടെ എന്തുണ്ടാവും, ഹീറ്റ് കൂടും. ഓക്കെ, പ്രതിരോധം കൂടുന്ന സിറ്റുവേഷനിൽ ഹീറ്റ് കൂടും അല്ലേ. ആ രണ്ട് കാരണം കൊണ്ട്, ഒന്ന് കറണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നു, അതോടൊപ്പം ഏത് കമ്പയറിങ് ടു ബി ആണ്, എയും ബിയും കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ എയും ബിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു, കേസ് 2 എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് എന്താണ്, നമുക്ക് എയിൽ കറണ്ട് കൂടുകയും കറണ്ട് ബിയേക്കാൾ കൂടുതലാണ് അല്ലേ. എ എന്ന് പറയുന്നത് കറണ്ട് ബിയേക്കാൾ കൂടുതലാണ്. സോ നമുക്ക് എന്ത് കിട്ടും, നമുക്കിവിടെ എ കറണ്ട് കൂടുതലാണ് ബിയിലേക്കാൾ അല്ലേ. അതോടൊപ്പം റെസിസ്റ്റൻസും കൂടുതലാണെന്ത്, എയിൽ ബിയേക്കാൾ. സോ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, നമുക്ക് ഈ ടേബിൾ നമ്മൾ എന്ത് ചെയ്യും, ഓർത്ത് വെക്കാം, നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും ഈ ടേബിൾ. സോ കറണ്ട് കൂടുതലാണ്, കറണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് എന്ന് പറയുന്നത് ബാലൻസ്, ഒന്നിലേക്കാണ് കൂടുതലുള്ളതെല്ലാം എന്താണ്, നമ്മൾ കൂടുതലാണെന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്, രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലല്ലേ. സോ കറണ്ട് കൂടുതലാകുന്ന സിറ്റുവേഷനിൽ നമുക്കിവിടെ ഹീറ്റ് എന്താണ്, കൂടുന്നു അല്ലേ. നോർമൽ ഉള്ളതിനേക്കാട്ടും കൂടുതലല്ലേ ചെയ്യുന്നത് അല്ലേ. കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു, കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു. സോ കറണ്ട് എവിടെ കൂടുതൽ, PQ ഈസ് ഗ്രേറ്റർ ദാൻ IRS. RS എന്ന് പറയുന്നത് എന്താണ്, കോപ്പർ വയറാണ്. PQ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നിക്രോം വയറാണ്. PQ ഈസ് ഗ്രേറ്റർ ദാൻ IRS. ഓക്കെ ആണല്ലോ. സോ ഇനി അത് കറണ്ടിൻ്റെ കേസ്. ഇനി റെസിസ്റ്റൻസ് ഏതിലാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, A തന്നെയാണ്. അതായത് PQവിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ ആസ് കമ്പയറിങ് ടു RS അല്ലേ. സോ അങ്ങനെയാണെങ്കിലും എവിടെയാണ് കൂടുതൽ, നമുക്ക് റെസിസ്റ്റൻസ് കൂടുതലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും രണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് അല്ലേ. അതായത് ഒന്നിലേക്കാൾ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഹീറ്റ് എന്താണ്, കൂടുന്നു. ഹീറ്റ്
അപ്പോൾ 1 നിന്ന് 2 കൂടുതൽ, അത് ഹീറ്റ് കൂടുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 1ൻ്റെ കൂടുതലൊക്കെ ഉള്ളത് എന്താണ്, കൂടുതലാണ്. 1 താഴെയുള്ളതൊക്കെ എന്താണ്, കുറവാണെന്നുള്ളത് ചിന്തിക്കണം. അപ്പം റെസിസ്റ്റൻസ് കൂടുമ്പോഴും ഹീറ്റ് കൂടുന്നു. അപ്പോൾ ആ 2 കേസിൻ്റെ പ്രകാരം കറണ്ട് കൂടുന്നതിൻ്റെ അതുപോലെ റെസിസ്റ്റൻസും കൂടുതൽ ഏതിലാണ്, എ എന്ന ബീക്കറിലാണ്. കറണ്ടും റെസിസ്റ്റൻസും കൂടുതൽ എ എന്ന ബീക്കറിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ എയിലും ബിയിലും തെർമോമീറ്റർ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിൽ കൂടുതലായിട്ട് കാണാം, എ എന്ന ബീക്കറിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കാണുന്നതായി നമുക്ക് പറ്റും, മനസ്സിലാക്കാം. ഓക്കെ, സോ കേസ് 1ഉം കേസ് 2ഉം കഴിഞ്ഞു. ഇനി കേസ് 3 എന്ന് പറയാം. അപ്പോൾ 2 കേസും പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വിച്ച് ഓഫ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത്. ഓക്കെ, കേസ് 3 കേസിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, കറണ്ട് ഇൻക്രീസ് ചെയ്യുക അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടൈം. അപ്പം ഇതൊക്കെ കഴിഞ്ഞു, ടെമ്പറേച്ചറൊക്കെ ബാലൻസ് ആക്കി നോർമലാക്കി അതിനുശേഷം സ്വിച്ച് പിന്നെ ഓൺ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസിങ് കറണ്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ എന്താണ് ഒരു പ്രത്യേക സമയം എടുക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുക, 5 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കാം. എക്സാമ്പിളായിട്ട് 5 മിനിറ്റാണ് ഞാൻ എടുക്കുന്നത്. നിശ്ചിത സമയം എടുത്തു. അവിടെ സമയം കറക്റ്റ് നോട്ട് ചെയ്യണം. കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് സമയം എടുത്തു. 5 മിനിറ്റ് സമയത്തേക്കാണ് ഞാൻ ഈ കാര്യം വർക്ക് ചെയ്യിക്കുന്നത്. അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റിയോസ്റ്റാറ്റിനെ കൂട്ടുകയും കുറയ്ക്കുന്നതിനനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യിക്കാനും നമുക്ക് പറ്റും. അതാണ് റിയോസ്റ്റാറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ റിയോസ്റ്റാറ്റ് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഒന്ന് കറണ്ട് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആക്കുന്നു. ഇങ്ങോട്ടേക്ക് ആക്കുന്നു. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഇത് കുറയുന്നു, അതുകൊണ്ട് കറണ്ട് കൂടുതൽ കിട്ടും. സോ കറണ്ട് നമുക്ക് കൂട്ടുമ്പോൾ നമുക്കിവിടെ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കറണ്ട് പിന്നെ കൂടുമ്പോൾ എന്താണ്, നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കറണ്ട് കൂടുന്ന കണ്ടീഷനിൽ ഹീറ്റ് എന്താകും, ഹീറ്റ് കൂടുന്നു. അപ്പോൾ നമുക്കിവിടെ ഉള്ള കറണ്ടിനേക്കാളും കൂടുതൽ പിന്നെയും കറണ്ട് കൂട്ടുകയാണെങ്കിൽ, നോർമൽ ഉണ്ടായിരുന്ന കറണ്ടിനെക്കാട്ട് പിന്നെയും കറണ്ട് കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ എന്താണ്, ഹീറ്റ് കൂടുന്നു. ഇത് രണ്ടിൻ്റെ കേസ് നോക്കണ്ട, ഏത് കേസിലായാലും. അതായത് കേസ് 1 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കണ്ടീഷനിലും, കേസ് 1, കേസ് 2, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6, ഈ ബാക്കിയുള്ള എല്ലാ കേസിലും, കേസ് 1 ഒഴിച്ചുള്ള ബാക്കി എല്ലാ കേസിലും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുക, ഈ എ എന്ന ബീക്കറിലാണ് എന്തുണ്ടാകുക, ടെമ്പറേച്ചർ കൂടുതലുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഞാൻ കേസ് 2 എന്ന് പറയുന്നത്, കേസ് 1ഉം കേസ് 2 എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എയിലാണോ ബിയിലാണോ ടെമ്പറേച്ചർ കൂടുതലുണ്ടാകുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കേസ് 1, 2 കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഏതിലാണ് കൂടുതലുള്ളതെന്നല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ കറണ്ട് കൂട്ടുമ്പോഴോ ടൈം കൂട്ടുമ്പോഴോ എന്ത് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നതിനാണ് ബാക്കിയുള്ള ഈ കേസുകൾ, അതായത് 3, 4, 5, 6 എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 1ഉം 2ഉം ഉദ്ദേശിക്കുന്നത് ബീക്കർ എയിലാണോ ബിയിലാണോ ടെമ്പറേച്ചർ കൂടുതലുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 3, 4 കേസ് 3, 4, 5 5, 6 എന്ന് പറയുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കറണ്ടിലെയും ടൈമിലെയും അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്കിവിടെ എന്താണ് മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കേസ് 3 ടൈം കൃത്യമായിട്ടൊരു ഫിക്സഡ് ആക്കി വെക്കാൻ നമ്മൾ പറഞ്ഞു 5 മിനിറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എടുക്കുന്നു. ആ 5 മിനിറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറഞ്ഞു കറണ്ട് ഇവിടെ എവിടെയാണോ കൂടുതലുണ്ടെന്ന്, കറണ്ട് കൂടുമ്പോൾ അവിടെ എന്തുണ്ടാവും, ടെമ്പറേച്ചർ കൂടുന്നു. സോ ഈ കേസിൽ കേസ് 2, കേസ് 1 നോ ചേഞ്ച്. ഓക്കെ, ഹീറ്റ് മാറ്റം ഉണ്ടാകുന്നില്ല. കേസ് 2 എന്താണ്, നമുക്കിവിടെ എന്താണ് ഹൈ അല്ലേ, ഏത് കേസിൽ, ബീക്കർ എയിൽ. ഇനി കേസ് 3 എന്താണ്, എയോ ബിയോ എന്നല്ല, എന്താണ് എയിലാണ് ഏറ്റവും കൂടുതൽ കാണുക അല്ലേ, ആസ് കമ്പയർ ടു ബിയിൽ നമ്മളൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടുത്തെ കേസിൽ എന്താണ്, കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു, ഹീറ്റ് എന്താണ് ഹൈ അല്ലേ. അപ്പോൾ ഇനി കറണ്ട് കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിതാ കറണ്ട് കുറയ്ക്കുക, നേരെ കറണ്ടിന് കുറവുള്ള ഹാഫ്
ഒന്നിലേക്കാൾ കുറവ് ഹാഫ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഹീറ്റും കുറയുന്നു. സോ ഹീറ്റ് ഡിക്രീസ് അല്ലേ, ഹീറ്റ് ഡിക്രീസ്. അതായത് കേസ് 4 കഴിഞ്ഞിട്ടോ, കേസ് 4 കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. സെയിം ടൈമാണ്, ടൈം കോൺസ്റ്റൻ്റ് ആണ്, അത് 5 മിനിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ടും ഒരേപോലെയാണ് അല്ലേ. ഇനി കേസ് 5 കേസ് 6 കൂടിയാണ് പറയുന്നത്. എന്താണ് അറ്റ് കോൺസ്റ്റൻറ്റ് കറണ്ട് ഇതിൽ ഫിക്സഡ് ആക്കി വെക്കുക. അതായത് റിയോസ്റ്റാറ്റ് അവിടെ വെച്ചു, പക്ഷെ ടൈം കൂട്ടുക. അതായത് ആദ്യം ഞാൻ 5 മിനിറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. ഇനി ഞാൻ അടുത്ത കേസിൽ ഞാൻ പറയാം ആ 5 മിനിറ്റ് ഉള്ളത് ഞാൻ അതിന് പകരം ടൈം കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇത് വർക്ക് ചെയ്യിക്കുക. കറണ്ട് ഇതിൽ ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്യിക്കുക. 5 മിനിറ്റ് വർക്ക് ചെയ്യിക്കുന്നതിന് പകരം ഞാൻ 10 മിനിറ്റ് വർക്ക് ചെയ്യിക്കുക. 10 മിനിറ്റ് വർക്ക് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ടൈം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക. ടൈം ഒന്നിൽ കൂടുതൽ വരുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഹീറ്റും കൂടുന്നു. അപ്പോൾ ടൈം കൂടുമ്പോഴും എന്തുണ്ടാവും? ഹീറ്റും കൂടുന്നു. ക്ലിയർ അല്ലേ? ഇനി കേസ് 6 ടൈം ഈ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നു. അവിടെ ടൈം ഡിക്രീസ് ചെയ്യും. ടൈം കുറയ്ക്കുമ്പോൾ, അതായത് സമയം കുറയ്ക്കുമ്പോൾ, അതായത് 5 മിനിറ്റ് എന്നുള്ളത് ഞാൻ കുറച്ചിട്ട് 2.5 മിനിറ്റോ അല്ലെ 2 മിനിറ്റോ ഒക്കെ ആക്കി മാറ്റുമ്പോൾ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അസ്യൂം ആണ് ചെയ്യുന്നത് 5 മിനിറ്റ് എന്നൊക്കെ ഞാൻ പറയുന്ന എക്സാമ്പിളാണ്. സോ ടൈം ഹാഫായിട്ട് കുറയുന്ന സമയത്ത്, അതായത് ഹാഫല്ല കുറയുന്ന സമയത്ത്, ഹാഫ് എത്ര ആയിക്കോട്ടെ, കുറയുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് കുറയാണ് അല്ലേ, ഹീറ്റും കുറയുന്നു. സോ ഇവിടെ ഹീറ്റ് ഇൻക്രീസ്, ഹീറ്റ് ഡിക്രീസ് ആണല്ലോ. സോ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പഠിച്ചു. നമുക്ക് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതിനെ ഹീറ്റ്, കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ചു. അപ്പോൾ കേസ് 1 സ്വിച്ച് ഓഫ് ആക്കി ചെയ്തു. അപ്പോൾ അവിടെ ഒന്നും ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. കേസ് 2 നമ്മൾ കറണ്ട് ഫിക്സഡ് ആണ്, ടൈം ഫിക്സഡ് ആണ്. ബട്ട് അത് സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് ഇതിലൂടെ കിട്ടിയിരിക്കുന്ന കറണ്ട്, ഏറ്റവും കൂടുതൽ കറണ്ട് എയിലും ബിയിൽ അതിൽ കുറവാണ് കിട്ടുക. സോ കറണ്ട് കൂടുതലായതുകൊണ്ടും തന്നെ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നു. അതോടൊപ്പം നിക്രോം എന്നുള്ളത് ഹൈ റെസിസ്റ്റൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബീക്കർ എയിൽ എന്തുണ്ടാകുന്നു? ബീക്കർ എയിൽ ഹൈ ടെമ്പറേച്ചറാണ് ആസ് കമ്പയറിങ് ടു ബി അല്ലേ. ഇനി കേസ് 3 എന്ന് പറയുന്നത് കറണ്ട് കേസ് 3ഉം 4ഉം സെയിം ഇതാണ്. 3ഉം 4ഉം സെയിം ആണ്. അവിടെ ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെക്കലാണ് ചെയ്യുന്നത്. ടൈം കോൺസ്റ്റൻ്റ് സ്ഥിരമായിട്ട് വെച്ചിട്ട് കറണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകും? കറണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയാണെന്ന്. അതായത് കറണ്ട് കൂട്ടുമ്പോൾ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കറണ്ട് കുറയ്ക്കുമ്പോൾ ഹീറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇനി ടൈം കോൺസ്റ്റൻ്റ് ആക്കിയല്ലോ നമ്മുടെ. ഇനി കേസ് 5ഉം കേസ് 6ഉം അവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് സ്ഥിരമായിട്ട് വെച്ചിട്ട് ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ടൈം കൂട്ടുകയും കുറയ്ക്കുന്ന സമയത്ത് ടൈം കൂടുമ്പോൾ ഹീറ്റ് കൂടുന്നു, ടൈം കുറയ്ക്കുമ്പോൾ ഹീറ്റ് കുറയുന്നു. അപ്പോൾ ഞാൻ പഠിച്ച ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ടു ജൂൾസ് ലോയും കൂടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.